എന്താ മോളുടെ പേരെന്താ? അജിഷ. ഇപ്പോൾ ഞാൻ അജിഷയും ഞാനും തമ്മിലൊരു ചെറിയൊരു വടംവലി നടക്കാൻ വേണ്ടി പോവാണ്. അല്ലെ, ഓണമൊക്കെ അല്ലായിരുന്നോ? അപ്പോൾ വടംവലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു വടംവലി നടക്കാൻ വേണ്ടി പോവാണ്. ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഈ കളിയിലൂടെ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അജിഷ, ഇപ്പോൾ ഒരു ചെറിയ കളി, ഇതിൻ്റെ അറ്റൊന്ന് പിടിച്ചേ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു നൂലുണ്ട്. ഞാനും അജിഷയും കൂടി എന്താ ചെയ്യാൻ വെച്ചാൽ, ഞാൻ ഈ സൈഡിലേക്ക് വലിക്കാൻ പോവാണ്, അജിഷ ആ സൈഡിലിട്ട് വലിക്കും. അതോടുകൂടി നൂല് പൊട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കർമ്മം എന്താണ്? ഈ നൂല് പൊട്ടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ അജിഷ അങ്ങോട്ട് വലിക്കണം, ഞാൻ ഇങ്ങോട്ട് വലിക്കും, നീ നൂല് പൊട്ടണം. ഓക്കെ, സോ മറ്റേ 3 പറഞ്ഞ ശേഷം വലിക്കാവുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഈ പിടിച്ചുകൊണ്ടാണ് ഇപ്പം അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, റെഡി 1 2 3. പൊട്ടിക്കട്ടോ, പൊട്ടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത രണ്ടാമതിലേക്ക് വരാൻ പോവാണ്. ബേജാറാവണ്ട. ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ നൂല് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. റെഡി അല്ലേ? റെഡി 1 2 3. എന്താടോ പൊട്ടിക്കേ? എന്താ നൂല് പൊട്ടിക്കാത്ത? നിക്ക് ഒന്നും കൂടി നമുക്ക് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. ലാസ്റ്റ് ചാൻസ് ആണ്. ഇല്ല, പൊട്ടിക്കണം. ഇതിലെന്തായാലും പൊട്ടണം. ഓക്കെ, നല്ല ഉറക്ക വലിക്കണം. ഓക്കെ, ഇപ്പോഴല്ല, ഞാൻ പറയട്ടെ. ഓക്കെ ശരി. റെഡി 1 2 3. എന്താ നൂലെന്താ പൊട്ടാത്തത്? ഞാൻ ടൈറ്റ് ആക്കി പിടിക്കണം. ഞാൻ ടൈറ്റ് ആക്കി പിടിച്ചു. ഓക്കെ, ഞാൻ പറയുമ്പോഴേ വലിക്കാവുള്ളൂ. ഇത് ലാസ്റ്റ് ആട്ടോ, ലാസ്റ്റ് ആണ്. റെഡി 1 2 3. ലൂസ്. എന്തുകൊണ്ട് ഈ നൂല് പൊട്ടിയില്ല? പറയൂ, എന്തുകൊണ്ട് നൂല് പൊട്ടിയില്ല? എന്താ പറ്റി? രണ്ടുപേരും പിടിച്ചാലേ പൊട്ടുള്ളൂ. പക്ഷെ ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ? അതായത് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പ്രഷർ എടുത്ത് വലിച്ചാൽ മാത്രമേ ഈ നൂല് പൊട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പിടി അയച്ചു, അതുകൊണ്ട് ഇത് പൊട്ടിയില്ല അല്ലേ? ഇത്രയും മതി. ഈ നൂല് പോലെയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് അയഞ്ഞു കൊടുത്താൽ ഒരു നൂല് പോലും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഹ്യൂമൻ റിലേഷൻസ് ഈസ് ലൈക്ക് ദിസ്. ആരെങ്കിലും ഒരു സൈഡ് ഒന്ന് അയഞ്ഞു കൊടുക്കുക. എങ്ങനെയാണോ ഒരു സൈഡിൽ നിന്ന് ഒരാൾ വിട്ടുകൊടുത്തപ്പോൾ ഈ നൂല് പൊട്ടാതെ സൂക്ഷിക്കാൻ പറ്റിയത്, അതുപോലെ നമ്മുടെ സ്നേഹബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും ഒരു സൈഡിൽ നിന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായൊരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൻ്റെ കൊടുമുടി നിൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒറ്റ നിമിഷം കൊണ്ട് അത് ഇല്ലാതായി ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമുണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെയും മതമൈത്രിയുടെയൊക്കെ ഒരു അടയാളമായിട്ടാണ് ഞാനൊക്കെ ഈ അർജുനെയും മനാഫിനെയൊക്കെ കാണുന്നത്. ജാതിമത ഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ അവരുടെ ലൈഫിൽ നമുക്ക് മനസ്സിലായത്. ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരുപാട് തലമുറകൾക്ക് മുമ്പിൽ ഈ മാനവ സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാവുന്ന രണ്ട് വ്യക്തികളായിരുന്നു മനാഫും അർജുനും. അവിടേക്കാണ് ഇന്നലെ ഈ അനാവശ്യമായിട്ടൊരു വിവാഹത്തിൻ്റെ വിഷം കലക്കി വിട്ടിട്ടുള്ളത് കുറച്ച് ആളുകൾ. അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ, അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് എന്താണ്, രണ്ട് മതക്കാർ തമ്മിൽ ചേരില്ല, അല്ലെങ്കിൽ തൊഴിലാളിയും മുതലാളിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ഇടയിലേക്കാണ് രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് സഹോദരന്മാർ. അതിൽ ഒരാൾ തൊഴിലാളി, ഒരാൾ മുതലാളി. ഇവർ തമ്മിൽ ആ ഒരു വകഭേദങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ വളരെ സ്നേഹത്തോടു കൂടി ഒരു വ്യക്തി 72 ദിവസം ഷിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗംഗാവാലി പുഴയുടെ കരയിൽ തൻ്റെ സഹപ്രവർത്തകൻ്റെ ഒരു ജഡമെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ചേച്ചി അയാൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അയാളുടെ കോഴിക്കോടും മറ്റുണ്ടായിരുന്ന ബിസിനസ്സൊക്കെ വെള്ളത്തിലായി, എല്ലാം തകർന്നു. പൈസ ഇല്ലാഞ്ഞിട്ട് സ്വന്തം വീടും പുരയിടം വരെ വിറ്റിട്ടാണ് അയാൾ ഈ ഇതിലേക്ക് വേണ്ടി ഫണ്ട് ഇറക്കുന്നത്, ഇയാളുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത്. അയാൾ 72 ദിവസം സ്വന്തം വീട്ടിലേക്ക് പോലും പോവാതെ അവിടെ തന്നെ തമ്പടിച്ചിരുന്നു, വെയിലും മഴയും കൊണ്ടിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊരു വയനാട് ദുരന്തമൊക്കെ ഉണ്ടായി അല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1000 ആണോ വലുത്, ഒരാളാണോ വലുത്? അപ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചൊരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടുകാർ പറഞ്ഞുള്ള വലിയ പ്രശ്നം ഉണ്ടായാൽ ചെറിയ പ്രശ്നങ്ങൾ ആൾക്കാർ മറക്കും.
അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി അയാൾ യൂട്യൂബ് ചാനൽ ഇതൊക്കെ തുടങ്ങി. അതിൽ സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത ആൾക്കാരെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും സർക്കാർ ഇടപെട്ടു, ഗവൺമെൻറ് മെഷീനറി രംഗത്തിറങ്ങി. അവസാനം അയാളുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ആ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ട് ഡെഡ് ബോഡിക്കൊപ്പമാണ് ഇയാൾ നാട്ടിലേക്ക് തിരിക്കുന്നത്. ആ 72 ദിവസം ഇയാൾ സ്വന്തം ഉറ്റവരെയും ഉടയവരെയും ഭാര്യയും മക്കളെയും പോലും കാണാതെ ഈ അർജുൻ്റെ അമ്മ കൊടുത്ത വാക്ക് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ അവിടെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് അല്ലേ. അന്ന് ഈ പറഞ്ഞ അളിയനോ അനിയനോ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ഇന്ന് പറയുന്നത് ഞങ്ങളുടെ ചേട്ടൻ എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളുടെ ചേട്ടന് വേണ്ടി നമ്മൾ അവരല്ലേ പോയിട്ട് അവിടെ പോയിരിക്കേണ്ട ആൾക്കാർ ഉണ്ടായിരുന്നോ? ഇല്ല. അടക്കം ചെയ്യാൻ പോലും അല്ലേ ഒരു ഹിന്ദുവിനും ആർക്കോ ആട്ടെ അയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാനെല്ലാം കിട്ടണ്ടേ? അത് കിട്ടിയത് ഈ ഒരു മനുഷ്യന്റെ അധ്വാനം കൊണ്ടല്ലേ. അതുപോലെ ഈശ്വർ മാൽപ്പ എന്ന് പറയുന്ന ആ വ്യക്തി, അയാൾ ആരാണ്? വേറെ ഒരു നാട്ടുകാരനാണ്. അയാൾക്ക് അർജുനും അവരൊന്നും ഒരു വലിയ വിഷയമല്ല. അയാൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. അയാൾ പൈസ കൊടുത്താൽ വന്ന് പണി ചെയ്ത് പോകുന്ന ഒരാളാണ്. അയാൾ വരെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള നന്ദികെട്ട സംസാരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നൂലേ കേൾക്കുന്ന ഒരു കാര്യക്കാരും? അവിടെ ഒരു മനുഷ്യബന്ധങ്ങളൊക്കെ ഒരു തകർച്ചയല്ലേ സംഭവിക്കുന്നത്? എനിക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ എനിക്ക് ഡൽഹിയിലുണ്ടായ സംഭവമാണ് ഓർമ്മ വരുന്നത്. 2020 ഒക്ടോബർ. ഓക്കെ, ഡൽഹിയിൽ അറിയപ്പെടുന്നൊരു യൂട്യൂബർ ആയിരുന്നു ഗൗരവ് വാസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ ഡൽഹിയിൽ നിന്ന് നോയിഡയ്ക്ക് പോകുന്ന വഴിക്ക് അയാൾക്കൊരു ചായ കുടിക്കാൻ വേണ്ടി തോന്നി. ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചായ കുടിക്കാൻ തോന്നി. അയാൾ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പെട്ടിക്കട കണ്ടു. അവിടെ ഒരാൾ ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണ സമയമായതുകൊണ്ട് അധികം കടകളൊന്നുമില്ല, ഈ ഒരു കട മാത്രം അവിടെ കാണുന്നുണ്ട്. ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിലേക്ക് പോയിട്ട് ഒരു ചായ ചോദിച്ചു. അവിടെ ഒരു വയസ്സായ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നുണ്ട്. അവരൊരു ചായ ഉണ്ടാക്കി കൊടുത്തു, നല്ല ടേസ്റ്റുള്ള ചായ. അപ്പൂപ്പൻ ചോദിച്ചു, മോനെ നല്ല പറാത്ത, നമ്മൾ പൊറോട്ടൻ്റെ ഒക്കെ വേറൊരു വേർഷൻ പറാത്ത എന്നറിയാം, ഇവിടെ ഉണ്ട്, അത് വേണോ, ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ പിന്നെ ഒരു പറാത്ത വാങ്ങി കഴിക്കാൻ തയ്യാറായി. നല്ല ടേസ്റ്റ് ഉണ്ട്. അവൻ പറഞ്ഞു, ബാബ ഈ ചായയും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ മോനെ ചെയ്യുക, കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കച്ചവടം നടക്കണ്ടേ, ആരും വാങ്ങുന്നില്ല, ഇത് വരുന്നുമില്ല, ആരും വാങ്ങുന്നുമില്ല. ഞാനും എൻ്റെ ഭാര്യയും കുറേ പറാത്തമാവ ഉണ്ടാക്കി കൊണ്ടുവരും, കുറേ ചായ ഉണ്ടാക്കി കൊണ്ടുവരും, പക്ഷെ ഒന്നും വെക്കുന്നില്ല, ഒരു കച്ചവടമില്ല, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ പട്ടിണിയാണ്, ഓരോ ദിവസവും ഞങ്ങൾ എന്താ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും നല്ല ഫുഡ് ഇവിടെ ഉണ്ടായിട്ട് പോലും അത് ആരും അറിയാതെ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെ ലോകത്തിനെ അറിയിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തൻ്റെ യൂട്യൂബ് കിറ്റ് പുറത്തെടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യണം. പ്രിയമുള്ളവർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി നോയിഡ റോഡിലുള്ള ഇങ്ങനെ മുസഫർ നഗർ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ബാബ കദാബ എന്നൊരു ഷോപ്പുണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. ഈ ഷോപ്പിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായ കിട്ടും, നല്ല രുചികരമായിട്ടുള്ള പറാത്തയും അതിനുള്ള ദാൽ ഫ്രൈ ഒക്കെ കിട്ടും. നിങ്ങൾ എല്ലാവരും വരണം, ഒന്ന് കഴിച്ചു നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാബക്ക് എന്താ പറയുക നമുക്കൊന്ന് കേട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഇയാൾ ക്യാമറ ബാബയുടെ ഇടയ്ക്ക് തിരിഞ്ഞു. അപ്പോൾ ബാബ എന്നെ കൈകൂപ്പി പറയണം, മക്കളെ ഞാനും എൻ്റെ ഭാര്യയും ഭയങ്കര കഷ്ടപ്പാടിലാണ്, ഞങ്ങൾക്ക് പല ദിവസങ്ങളും ഞങ്ങൾ വെറും പച്ചവെള്ളം മാത്രം കുടിച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസങ്ങളായി, ഈ കട തുറന്ന് വെച്ചിരിക്കുന്നതിനായിട്ട് ഒരു വരുമാനവും ഇല്ല. അപ്പോൾ പോലീസുകാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയിൽ എന്തായാലും ആരും വരുന്നില്ലല്ലോ, ഈ കട ഉടനെ പൊളിച്ചു മാറ്റുന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കൈകൂപ്പി സംസാരിക്കുകയാണ്. ഉടനെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോ ഇയാൾ അപ്പം തന്നെ അത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഇയാൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് വൈറലായി. ഡൽഹി മൊത്തം അല്ലാതെ ഹരിയാന, നോയിഡ എല്ലാ ഭാഗത്തുള്ള ആളുകൾ, യു പിയിലുള്ള ആളുകളൊക്കെ എല്ലായിടത്തും കാണുകയും ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അടിച്ചു കയറി വരികയാണ് ഈ ബാബയുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും ഈ പറാത്ത കഴിക്കാൻ വേണ്ടിയിട്ടും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. നിങ്ങൾ നെറ്റിൽ പോയിട്ട് ബാബാക്ക് ദാബാന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ. ഒരു ചായ കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അത്രയും ക്രൗഡായി. കടയ്ക്ക് നല്ല റവന്യൂ വരാൻ തുടങ്ങി. ആരൊക്കെയോ സഹായിച്ച് വെച്ച് ഫണ്ടൊക്കെ കൊടുത്തിട്ട് ബാബാക്ക് ചെറിയൊരു ഹോട്ടൽ തുടങ്ങാനുള്ള ഒരു AC റെസ്റ്റോറൻറ്റ്, വെറും ഹോട്ടലല്ല, AC റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള സൗകര്യങ്ങളുമായി നല്ലൊരു റെസ്റ്റോറൻറ്റും പുള്ളിക്ക് അവിടെ കിട്ടി. ബാബാക്ക് ഇപ്പം എന്ത് ചെയ്താൽ മതി, ആ ക്യാഷ് കൗണ്ടറിൽ ഇങ്ങനെ AC ഞെളിഞ്ഞിങ്ങനെ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം പണിക്കാർ ചെയ്യാനുണ്ട്. ഒരു NGO മുമ്പോട്ട് വന്നു, എന്തിനാ ഈ ഹോട്ടലിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ ചെയ്തു തരാനായിട്ട്. കാരണം ബാബക്ക് അത്ര ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ NGOനെ നടത്തിച്ചത് ഞങ്ങൾ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായി. അങ്ങനെ ബാബൻ്റെ തലവരാണ്ട് മാറി. ബാബയും ഭാര്യയും ഇങ്ങനെ ഇങ്ങനത്തെ കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുകയാണ്. പണിക്കാരെ കണ്ട് ഇഷ്ടംപോലെ കച്ചവടം, നല്ല വരുമാനം വരുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളുടെ ക്വാളിറ്റി കൂടി, അവരുടെ ജീവിതശൈലിയുടെ മാറ്റം വന്നു. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ബാബ പിന്നെ ഇരിക്കാൻ തുടങ്ങിയത് കടയിൽ. ഇങ്ങനെ പോണ സമയത്താണ് അവിടെ ഒരു സംഭവം ഉണ്ടായത്.
ഇപ്പം ഇങ്ങനെ ആരാണോ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ഈ അർജുൻ്റെ കുടുംബത്തിനെ ബ്രെയിൻ വാഷ് ചെയ്തത്, അതുപോലെ ഒരു കൂട്ടർ വന്നിട്ട് ബാബയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബാബ എന്താ പാട്, സുഖമല്ലേ? ആ സുഖമാണ് മോനെ, ഭയങ്കര സുഖമാണ്. കച്ചവടം ഒക്കെ ഉണ്ട്, നല്ല കച്ചവടമാണ്, ഉഷാറാണ് മോനെ. ബാബ ഹാപ്പിയാണോ? ആ ബാബ ഹാപ്പിയാണ്. സംഗീതമൊക്കെ ശരി തന്നെയാണ്, ബാബക്ക് ഇപ്പോൾ ഒരുപാട് കച്ചവടം വരുന്നുണ്ട്, ഒരുപാട് ഡൊണേഷൻ കിട്ടി, പിന്നെ നല്ല റവന്യൂ ഒക്കെ വരുന്നുണ്ട്. എന്നാലും ബാബക്ക് കിട്ടേണ്ട ഒരു പൈസ കിട്ടുന്നില്ലല്ലോ, അത് മോശമല്ലേ? ബാബു ചോദിച്ചു, കിട്ടേണ്ട പൈസ അതെങ്ങനെ മനസ്സിലായില്ല? അല്ല ബാബ, നിങ്ങളുടെ ജീവിതം വിറ്റ് ഒരാൾ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്, അതെങ്ങനെ ചോദിച്ചു. ആ മറ്റേ ഗൗരവ് വാസൻ നിങ്ങളുടെ വീഡിയോ വെച്ചിട്ടല്ലേ ഇപ്പോൾ ഇത്രയും പോപ്പുലർ ആയത്. അയാൾക്ക് മില്യൺ കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് അത്രയും പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ലേ? എത്ര ലക്ഷങ്ങളാണ് അയാൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. അതൊന്നും വല്ലതും കിട്ടിയായിരുന്നോ ബാബയ്ക്ക്? ഇല്ല, എനിക്ക് കിട്ടിയില്ല. അല്ല, അങ്ങനെ ഒരു സംഭവം കിട്ടുന്നതും എനിക്ക് അറിയില്ലായിരുന്നു തന്നെ. കിട്ടും, അവൻ ബാബനെ ചാമ്പിയതല്ലേ. നിങ്ങളുടെ ലൈഫ് സ്റ്റോറി വിറ്റവൻ പൈസ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ? മോശമല്ലേ വെച്ചു. ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്. എനിക്ക് എന്ത് കിട്ടി എന്നല്ല ചിന്തിക്കുക, എന്ത് കിട്ടിയില്ല എന്ന് ചിന്തിക്കുക. നമ്മൾ ഇറച്ചി കഴിക്കുമ്പോൾ ഈ പല്ലിൽ ഒരു ഇറച്ചി കഷ്ണം കുടുങ്ങിയാലേ ബാക്കി 31 പല്ലും നല്ല കണ്ടീഷനിലുണ്ടാവും. പക്ഷെ എന്തായാലും നമ്മുടെ നാവ് എവിടേക്കേ പോവുള്ളൂ? ഈ ഇറച്ചി കുടുങ്ങിയ ആ ഒരു പല്ലിൻ്റെ അടുത്തേക്കേ പോവുള്ളൂ. അതാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപക്ക് ഇതിങ്ങനെ ഉള്ളിൽ കരടൊടി. ഈ വിദ്വേഷം കുത്തിവെക്കുന്ന ആൾക്കാർക്ക് സ്വഭാവമുണ്ട്, അവരെ പണിഞ്ഞൊരു പൊയ്ക്കോളും. അങ്ങനെ ഇവർ വിദ്വേഷം കുത്തിവെച്ചു. ഈ ആളങ്ങോട്ട് ഇറങ്ങിയ പാടെ അവിടുന്ന് വേറൊരാളകത്തേക്ക് കയറി. അത് ഇന്ത്യ ടൈംസ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു TV ചാനലിൻ്റെ ഒക്കെ റിപ്പോർട്ടറായിരുന്നു. അയാളും ക്യാമറയുമായിട്ട് ഉള്ളിൽ കയറി പറഞ്ഞു, ബാബ എങ്ങനെയുണ്ട്, കച്ചവടമൊക്കെ ഉഷാറല്ലേ? നല്ല സെയിം ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ബാബ പറഞ്ഞ മറുപടി, എന്ത് മോനെ എന്ത് ഉഷാറ്, നമ്മളെ ജീവിതം വിറ്റ് വേറെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഉഷാറുണ്ടാവാനാണ്, എന്ത് സന്തോഷം ഉണ്ടാവാനാണ്? എന്താ ബാബ, എന്താ ഉദ്ദേശിച്ച്? പത്രക്കാരനല്ലേ, എന്തെങ്കിലും കിട്ടി അടങ്ങിയിരിക്കുമോ? കുത്തി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ബാബൻ്റെ ഉള്ളിൽ നല്ല സംഭവം പുറത്തു വന്നു. ആ മറ്റേ ഗൗരവ് വാസനില്ലേ, അവനെ എൻ്റെ ലൈഫ് സ്റ്റോറി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുണ്ടല്ലോ ₹1 എനിക്ക് തരിക, തന്നില്ല. എന്ത് മനുഷ്യനാണ് അയാൾ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടു. മാത്രമല്ല നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതിയും കൊടുത്തു. ഗൗരവ് വാസൻ എന്നെ അങ്ങനെ പൈസ പറ്റിച്ചു, എൻ്റെ പേരിൽ അയാൾ പണപ്പിരിവ് നടത്തുന്നുണ്ട്. കണക്ഷൻ മനസ്സിലാക്കണം. ഇന്നലത്തെ ആരോപണങ്ങളും ഇന്നത്തെ ഈ സംഭവം തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാകുന്നുണ്ടോ? അവൻ എൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ട് അയാൾ 25 ലക്ഷം രൂപയോളം അയാളുടെ അക്കൗണ്ടിൽ എൻ്റെ പേരിൽ വന്നെടുക്കുന്നുണ്ട്, എനിക്ക് തന്നിട്ടില്ല എന്നയാൾ പറഞ്ഞു. ഈ ഇന്ത്യ ടൈംസിൻ്റെ ആൾക്കാർ അവരുടെ യൂട്യൂബ് ചാനൽ വഴിയും TV ചാനൽ വഴിയും ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആക്കി. അവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിക്കല്ലേ. ഇപ്പം TV ചാനലൊക്കെ ഇങ്ങനെ പോവുകയാണെന്ത്, ബാബ ഗൗരവരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിന്തിച്ചെന്താ അറിയോ? തന്നെ ഇത്രയും സഹായിച്ച, ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനോട് അല്ലേ, ഒരു യൂട്യൂബറോട് ഇയാൾ കിടന്ന പണിയാണ്. ഇയാൾക്ക് എവിടേക്ക് എന്തെല്ലാം പൈസ കിട്ടി? ഇയാളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പം ഇയാളുടെ അവസ്ഥ എന്താണ്? ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ആ പയ്യൻ ആ യൂട്യൂബിൽ ചെയ്തുകൊണ്ടല്ല. എന്നിട്ട് അവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും ഇയാൾക്ക് പിടിച്ചു പറിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്തൊരു മനുഷ്യനാണ്. എന്നിട്ട് പോയി കേസും കൊടുത്തേക്കണം. ടോട്ടൽ പബ്ലിക് സെന്റിമെന്റ് ഇയാൾക്കെതിരായി. കടയൊക്കെ ആൾക്കാർ വരവ് കുറഞ്ഞു, കച്ചവടം കുറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കുമോ അറിയില്ല. ഞാൻ പറഞ്ഞു 2020 ഒക്ടോബറിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്. 2021 ജൂൺ 19-ാം തീയതി ഈ ബാബ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അടിച്ച് കയറിപ്പോയത് അതിനേക്കാൾ സ്പീഡിൽ താഴോട്ട് വന്നു. കച്ചവടം കുറഞ്ഞു, വീണ്ടും ആ പഴയ കടയൊക്കെയായി. പണ്ട് വല്ലപ്പോൾ ഒരു കാറിലൊക്കെ കയറിയിരുന്നു കടയ്ക്ക്. പക്ഷേ ഇയാളുടെ ഈ സ്വഭാവം മനസ്സിലാക്കിയതുകൊണ്ട് ആരും കൊണ്ട് കയറാനായി. ഞാനൊരു NGOൻ്റെ കാര്യം പറഞ്ഞില്ലേ, റെസ്റ്റോറൻറ്റ് NGOൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവരും വിട്ടെറിഞ്ഞു പോയി. ഞങ്ങൾ ഇത്രയും സഹായിച്ച ഒരാളെ പറ്റി നിങ്ങൾ ഇത്രയും ഇങ്ങനെ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് നാളെ ഞങ്ങളെ പറ്റി ഇതേപോലെ പറയും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരിട്ടിട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി. എന്തുകൊണ്ടാണ്? തെറ്റായ ആൾക്കാരുടെ ഉപദേശം കേൾക്കാൻ പോയതിൻ്റെ ഫലമായിട്ടാണ് സംഭവിച്ചത്. നിങ്ങളോടും പറയാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ റിലേഷൻസ് ഈസ് ലൈക്ക് ദിസ്. ഡോണ്ട് ബ്രേക്ക് ഇറ്റ്, ട്രൈ ടു മേക്ക് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതാണ്. ട്രൈ ടു ടീച്ച് ദം ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. അതില്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ ഒരു ഫലമില്ല.